കർണാടകയിൽ 2 ദിവസമായി തുടരുന്ന നാടകം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് സിദ്ധരാമയ്യയെ മാറ്റി പകരം ഡി.കെ. ശിവകുമാറിനെ ആ സ്ഥാനത്തിരുത്തണം എന്ന കർണാടക കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കളുടെയും എം.എൽ.എമാരുടെയും ആവശ്യം ഹൈക്കമാൻഡിൻ്റെ മുന്നിലുണ്ട്. ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഹൈക്കമാൻഡ് ചെകുത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ട അവസ്ഥയിലാണ്. കോൺഗ്രസ് AICC അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പറഞ്ഞത് സോണിയാജിയും രാഹുൽജിയും ഞാനും ചേർന്ന് തീരുമാനിക്കും ഇക്കാര്യം എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം MLA-മാർ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കണ്ട് തങ്ങളുടെ നിലപാട് എന്താണ് എന്ന് അറിയിച്ചു കഴിഞ്ഞു. അവർ പറയുന്നത് 3 വർഷം പൂർത്തിയാക്കാൻ അനുവദിക്കണം, അതുവരെ മറിച്ചൊരു തീരുമാനമെടുക്കരുത്, ഡി.കെ. ശിവകുമാർ കോൺഗ്രസ് വിട്ട് പോകില്ല എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. സിദ്ധരാമയ്യയുടെ വിഭാഗത്തിൽപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, സിദ്ധരാമയ്യ വളരെ ജനകീയനായ ഒരു നേതാവാണ്. ഡി.കെ. ശിവകുമാർ അങ്ങനെയല്ല. അദ്ദേഹത്തിന് കോൺഗ്രസ് എന്ന പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിയും, ആ സംഘടനയെ അദ്ദേഹത്തിന് കെട്ടിപ്പടുക്കാൻ കഴിയും, കൃത്യമായി ഫണ്ടൊക്കെ കണ്ടെത്താൻ കഴിയും. പക്ഷേ അത്ര എളുപ്പമല്ല അദ്ദേഹത്തിന് കർണാടക ഭരിക്കാൻ. ഈ ഭരണ മികവ് എന്ന് പറയുന്നത് സിദ്ധരാമയ്യക്കേ ഉള്ളൂ. ആ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയത് കൊണ്ടാണ് കർണാടകയിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നാണ് അവരുടെ വാദം. നമുക്കറിയാം, ജാതി മത സമവാക്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞ ഒരു പ്രദേശമാണ്, ഒരു സംസ്ഥാനമാണ് കർണാടക. ലിംഗായത്തുകൾ, ഒക്കലിംഗ തുടങ്ങിയ സമുദായങ്ങൾക്ക് വലിയ രീതിയിൽ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക. അവർ 2 കൂട്ടരും കൃത്യമായി ഒരു വലിയ വോട്ട് ബാങ്കാണ്. അവർ വിചാരിക്കുന്നവരെ അവർക്ക് ഭരണത്തിലേറ്റാൻ കഴിയും. വളരെ പണ്ട് മുതലേ കർണാടകയിൽ വളരെ കൃത്യമായി ഈ ജാതി സമവാക്യങ്ങൾ അനുസരിച്ചാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത്. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് സിദ്ധരാമയ്യ ദളിത് മുസ്ലിം കാർഡ് ഇറക്കി കളിച്ചാണ് കർണാടകയിൽ അധികാരത്തിലെത്തിയത് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതെത്ര സത്യമാണ്, അവർക്ക് എത്ര ശതമാനം വോട്ടുണ്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. കർണാടകയെ സംബന്ധിച്ചിടത്തോളം ലിംഗായത്തുകാരും ഒക്കലിംഗ സമുദായക്കാരും വിചാരിച്ചാൽ ഡി.കെ. ശിവകുമാറിനെ അല്ല BJP നേതാവിനെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കാം. അതുകൊണ്ടാണ് BJP വളരെ കൃത്യമായിട്ട് ലിംഗായത്ത് വിഭാഗത്തിലുള്ള ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എപ്പോഴും ഉയർത്തിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒക്കലിംഗ സമുദായത്തിൽപ്പെട്ട ഒരാളെ, ഗൗഡ സമുദായത്തിൽപ്പെട്ട ഒരാളിനെ ഏറ്റവും പ്രമുഖ സ്ഥാനം മന്ത്രിസഭയിൽ കൊടുക്കാൻ അവർ തയ്യാറാകുന്നതും അതുകൊണ്ടാണ്. മുസ്ലിം വോട്ട് അവർക്ക് കിട്ടില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കർണാടകയുടെ തീരദേശത്ത് അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായി. പ്രത്യേകിച്ചും തീരദേശത്തെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽ കടന്നു ചെല്ലാൻ BJPക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിലെല്ലാം, തീരദേശ മണ്ഡലങ്ങളിലെല്ലാം BJPക്ക് വിജയിക്കാനായി. അല്ലെങ്കിൽ BJP 66 എന്ന ഒരു സംഖ്യയിലേക്ക്, സീറ്റ് നിലയിലേക്ക് BJP എത്തില്ലായിരുന്നു. ഇവിടെ വളരെ കൃത്യമായിട്ട് കാലാകാലങ്ങളായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടാണ് ഇപ്പോൾ ഒരു ഷിഫ്റ്റ് വന്ന് BJPയിലേക്ക് പോയിരിക്കുന്നത്. അതൊരു വശത്ത് നിൽക്കുന്നു. ഇതിൻ്റെ ഇടയിലാണ് സിദ്ധരാമയ്യയുടെ അവകാശവാദം ദളിത് മുസ്ലിം കാർഡ് എന്നുള്ളത്. ഈ ദളിത് മുസ്ലിം കാർഡ് കൂടുതൽ ഉയർത്തിക്കാണിച്ചാൽ തീർച്ചയായിട്ടും അത് ലിംഗായത്തുകളുടെയും ഒക്കലിംഗരുടെയും ഹിന്ദു സമാജത്തിൻ്റെയും ഹിന്ദുക്കളുടെയും വോട്ട് നഷ്ടപ്പെടുത്തും എന്ന് കോൺഗ്രസിന് അറിയാം. ഈ ജാതി മത സമവാക്യങ്ങളെ കൃത്യമായിട്ട് കയ്യിൽ വെച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് കർണാടകയിൽ സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്നു എന്ന്. അതായത് വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ, സ്നേഹപൂർവ്വം സൗഹാർദ്ദപൂർവ്വം ഇടപഴകാൻ കോൺഗ്രസിനെ കഴിയുള്ളൂ. അതിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് എപ്പോഴും ഉണ്ടാകും എന്നാണ് രാഹുൽ ഗാന്ധി അർത്ഥമാക്കിയത്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി, വളരെ കൃത്യമായി ജാതി വോട്ടുകൾ അവിടെ ഭരണം നിർണയിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഇപ്പുറത്ത് നമ്മുടെ ഡി.കെ. ശിവകുമാർ ആകട്ടെ നല്ല ഓർഗനൈസറാണ്. അദ്ദേഹത്തിന് സംഘടനയെ കൊണ്ടു നടക്കാൻ അറിയാം, കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടു നടക്കാൻ അറിയാം. അദ്ദേഹത്തിന് അതുപോലെ തന്നെ കൃത്യമായി ഫണ്ട് റൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ചോദിച്ചാൽ വലിയ വലിയ മുതലാളിമാർ, വലിയ വലിയ കമ്പനികൾ ഒക്കെ പണം കൊടുക്കും. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയുന്ന ഒരു നേതാവാണ് ഡി.കെ. ശിവകുമാർ. പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ സംസാരിക്കുന്നത് പണ്ട് A.B. വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ എങ്ങനെയാണോ പ്രമോദ് മഹാജൻ BJPയുടെ ട്രഷറി കൈകാര്യം ചെയ്തിരുന്നത്, അതുപോലെ ഇന്ന് കർണാടക PCCയുടെ മാത്രമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അടക്കം, അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടക്കം ട്രഷറി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളൊരു നേതാവാണ് ഡി.കെ. ശിവകുമാർ എന്നാണ് അദ്ദേഹത്തിനോടൊപ്പമുള്ള MLA-മാരടക്കമുള്ളവർ പറയുന്നത്.
ഇത് ഒരു വശത്ത് കോൺഗ്രസിനുള്ളിലെ ഈ വടംവലി മുറുകുമ്പോൾ ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്നത് ശ്വാസം മുട്ടുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് DK ശിവകുമാറിനെ ഒരു കാരണവശാലും പിണക്കാൻ കഴിയില്ല. അതേസമയം രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്നതിൽ, അടവുകൾ പയറ്റുന്നതിൽ മിടുക്കനായ സിദ്ധരാമയ്യയെ പിണക്കാനും കഴിയില്ല. ജനതാദളിൽ നിന്ന് കോൺഗ്രസിലെത്തി ഒരു കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ദളിത് മുസ്ലിം വോട്ട് ബാങ്കിനെ കോൺഗ്രസിനൊപ്പം നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ് സിദ്ധരാമയ്യ. പക്ഷേ സിദ്ധരാമയ്യ അറിയപ്പെടുന്നത് തന്നെ ഒരു ഹിന്ദു വിരുദ്ധൻ എന്ന നിലയ്ക്കാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കീറാമുട്ടിയാണ്. സിദ്ധരാമയ്യയെ ഒപ്പം കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അഗ്നിപർവ്വതം മടിയിൽ കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ വെടിമരുന്ന് കൈവശം സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ സിദ്ധരാമയ്യയ്ക്കും ശിവകുമാറിനും ഇടയ്ക്കുപെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പുറത്ത് BJP ആകട്ടെ രാഷ്ട്രീയ കളിക്കൊന്നും മുതിരാതെ, ആ രാഷ്ട്രീയ കളിക്ക് പറ്റിയ ഒരു സാഹചര്യമല്ല BJPക്ക് ഉള്ളിൽ എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കാരണം BJPയിൽ യെഡ്യൂരപ്പയ്ക്ക് ശേഷം അതുപോലൊരു മികച്ച നേതാവിനെ അവർക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുന്നില്ല. ലിംഗായത്തുകളുടെ വിശ്വാസം പൂർണ്ണമായിട്ടും നേടിയെടുക്കുന്ന ഒരു നേതാവിനെ ഉയർത്തിക്കാണിക്കാൻ BJPക്ക് കഴിയുന്നില്ല എന്ന ഒരു വിലയിരുത്തൽ വളരെ ശക്തമാണ് കർണാടകയിൽ. അതുകൊണ്ട് തന്നെ ദുർബലമായ BJPയിലേക്ക് DK ശിവകുമാർ പോകില്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സിദ്ധരാമയ്യയാകട്ടെ ഇക്കാര്യം പല ആവർത്തി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹൈക്കമാൻഡിന് മുന്നിൽ. നിങ്ങൾ ഭയപ്പെടേണ്ട, ദുർബലമായ BJPയിലേക്ക് DK ശിവകുമാർ പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ ഒരു വിലയിരുത്തൽ അത് പൂർണ്ണമായിട്ടും ഹൈക്കമാൻഡ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം DK ശിവകുമാർ BJPയിലേക്ക് പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യട്ടെ, കർണാടക BJP ദുർബലമാകുകയോ കരുത്ത് ആർജിക്കുകയോ ചെയ്യട്ടെ, അതിന് പുറകിലെ അവിടുത്തെ RSSന്റെ ശക്തി കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അവിടെ സംഘപരിവാറിന് എത്ര ശക്തിയുണ്ട് എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം, ഹൈക്കമാൻഡിന് അറിയാം. അതുകൊണ്ട് തന്നെ DK ശിവകുമാറിനെ ഒരു തരത്തിലും പിണക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല. ചർച്ചകൾ നടത്തുകയാണ്, ഞങ്ങൾ വൈകാതെ ഒരു തീരുമാനത്തിലെത്തും എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. അപ്പോൾ 2.5 വർഷം സിദ്ധരാമയ്യ, 2.5 വർഷം DK ശിവകുമാർ എന്ന ധാരണ തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ഇല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത്? BJP ദുർബലമായിക്കോട്ടെ, അല്ലാതെ കരുത്തുള്ളതായിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ DK ശിവകുമാറിനെ പിണക്കാൻ കഴിയില്ല, അതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ ഒരു തീരുമാനമെടുക്കും. സിദ്ധരാമയ്യയെ സംബന്ധിച്ച് കോൺഗ്രസ് വിട്ടാൽ മറ്റൊരിടമില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ DK ശിവകുമാറിന് അനുകൂലമായ ഒരു തീരുമാനമായിരിക്കും ഡൽഹിയിൽ നിന്ന് ഉണ്ടാവുക എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നു.